سيدنا محمد وآله وصحبه أجمعين أما بعد. عن أم أيمن أنها غربلت دقيقة فصنعته للنبي صلى الله عليه وسلم رغيفا. ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹ മരിക്കുന്നു. അവർ ഒരു ദിവസം ഗോതമ്പ് പൊടി അരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് റൊട്ടി ഉണ്ടാക്കി നൽകി. ഫഖാല മാ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമ്മ ഐമൻ ഇതെന്താണ്? ഖാലത് തആമുൻ തസ്നഉഹു ബിഅർദിനാ, ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ഒരുതരം ഭക്ഷണമാണ്. ഫഅഹ്ബബ്തു അൻ അസ്നഅ മിൻഹു ലക റഗീഫൻ, താങ്കൾക്ക് ഈ വിധം മയമുള്ള റൊട്ടി ഉണ്ടാക്കി തരാൻ ഞാൻ ആഗ്രഹിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദ്ദീഹി ഫീഹി സുമ്മ അജ്നിഹി, നീ ആ ഗോതമ്പിലേക്ക് അതിൻ്റെ തവിട് അരിച്ചു തരണ്ടായിരുന്നു, അതിലേക്ക് തിരിച്ചു തന്നെ ചേർക്കുക, എന്നിട്ട് കുഴച്ച റൊട്ടി നീ എനിക്ക് ഉണ്ടാക്കി തരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ദീനുൽ ഇസ്ലാം സമ്പൂർണമായ ജീവിത രീതിയാണ്. ആരാധനാ കർമ്മങ്ങൾക്കൊപ്പം ആരോഗ്യകരമായ ജീവിതശൈലി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസിയുടെ ഭക്ഷണ രീതി ആരോഗ്യദായകമായിരിക്കേണ്ടതുണ്ട്. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് യഥാർത്ഥത്തിൽ ഭക്ഷണ രീതികൾ ആരോഗ്യകരമായിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ല ഭക്ഷണ രീതികളെക്കുറിച്ചുള്ള പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ഹദീസാണ് ഉമ്മ ഐമൻ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടത്. തവിട് ഗോതമ്പിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് അരിച്ച ഭക്ഷണം പ്രവാചകന് കൊടുത്തപ്പോൾ ആ തവിട് തിരിച്ച് അതിലേക്ക് തന്നെ ചേർക്കൂ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ചില പാഠങ്ങൾ ഈ ഹദീസിൽ നിന്നും മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, ഈ ഹദീസിൽ പ്രവാചകൻ സൂചിപ്പിച്ച തവിടിൻ്റെ പ്രാധാന്യമാണ്. തവിട് കളയാതെ മുഴുവൻ ഗോതമ്പ് മാവ് ഉപയോഗിക്കാൻ റസൂൽ നിർദ്ദേശിക്കുകയാണ്. തവിട് ധാരാളം പോഷക ഗുണങ്ങളുള്ള ഭക്ഷണമാണ്, അല്ലെങ്കിൽ പോഷണ ഗുണങ്ങളുള്ള ഭാഗമാണ്. അതിലെ നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ ധാരാളമായി അതിലടങ്ങിയിരിക്കുന്നുവെന്നാണ്. തവിട് നീക്കം ചെയ്യുന്നത് ഭക്ഷണത്തിൻ്റെ പോഷകാംശം കുറയ്ക്കുകയും ദഹനത്തിന് പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മ ഐമനോട് അതിലേക്ക് തവിട് ചേർക്കാൻ വേണ്ടി പ്രവാചകൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ നമ്മുടെ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലെ ഭക്ഷണക്രമങ്ങൾ അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നായി മാറുകയാണ്. പലപ്പോഴും പ്രകൃതി ചികിത്സകരായിട്ടുള്ള ആളുകൾ ബൈബിളിലെ ഒരു വാചകം അവർ സൂചിപ്പിക്കാറുണ്ട്. ദൈവം ഒന്നാക്കിയതിനെ നിങ്ങൾ രണ്ടാക്കരുത് എന്ന പ്രയോഗം അവർ നടത്താറുണ്ട്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ്റെ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് അത് ചേർത്ത് വയ്ക്കാൻ കഴിയും. രണ്ടാമത്തേത്, പ്രകൃതിദത്തമായ ഭക്ഷണ രീതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയായിരുന്നു എന്ന് കാണാൻ കഴിയും. റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി ഏത് എന്ന് ഹദീസിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിൽ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറി അത് ചുരക്കയായിരുന്നു എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഉമ്മ ഐമൻ റളിയല്ലാഹു തആല അൻഹു, ഞങ്ങളുടെ പറമ്പിൽ ഞങ്ങളുണ്ടാക്കിയ ഭക്ഷണമാണ് റസൂലെ എന്ന് പറഞ്ഞിട്ടാണ് ആ ഗോതമ്പ് പ്രവാചകന് കൊണ്ടുപോയി കൊടുക്കുന്നത്. കൃഷി ചെയ്ത് അങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതിയായിരുന്നു. അതേപോലെ ലളിതമായ ഭക്ഷണക്രമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹാര രീതിയായിരുന്നു. അവിടുത്തെ ജീവിതം ലളിതമായിരുന്നു എന്ന് മാത്രമല്ല, ലഭിക്കുന്ന ഭക്ഷണം വളരെ സംതൃപ്തിയോടുകൂടി കഴിക്കുകയും ഭക്ഷണത്തിലെ അമിതമായ സമൃദ്ധമായ രീതി അവിടുന്ന് ഉപേക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് കാണാൻ കഴിയും. ഈ ഹദീസിൽ നിന്ന് ലളിതമായതും വലിയ സങ്കീർണതയില്ലാത്തതുമായ റൊട്ടി ഉണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നുണ്ട്. ഒരിക്കൽ വീട്ടിലിരുന്ന് ഉപ്പ് കലർത്തിയ വെള്ളത്തിൽ റൊട്ടി കഷ്ണം മുക്കി കഴിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു തആല അൻഹ അടുക്കളയിൽ നിന്ന് ഒളിഞ്ഞു നോക്കി കരയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ താഴ്ന്ന തരത്തിലുള്ള ഭക്ഷണം, സമൃദ്ധമായ ഭക്ഷണം ഉപേക്ഷിക്കുന്ന പ്രവാചകൻ, സമൃദ്ധമായ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ
ഒരു തരത്തിലും ആയിഷ ബീവിയെ കുറ്റപ്പെടുത്താത്ത പ്രവാചകനെ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഏത് ഭക്ഷണം കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണത്തിൻ്റെ ഉറവിടം അന്വേഷിക്കുമായിരുന്നു എന്നാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് എവിടെ നിന്ന് ഉണ്ടാക്കി എന്ന് പ്രവാചകൻ അതിൻ്റെ ഹലാലും തയ്യിബും അന്വേഷിക്കുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ്റെ വളരെ സുപ്രധാനമായ മറ്റൊരു നിർദ്ദേശം ഭക്ഷണം മൂടി വയ്ക്കുക എന്നത് അവിടുന്ന് പ്രത്യേകമായ നിർദ്ദേശങ്ങൾപ്പെട്ടതായിരുന്നു. ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും വെള്ളം വെച്ച പാത്രങ്ങളും മൂടി വയ്ക്കണം. അത് ശുചിത്വത്തിനും ആരോഗ്യത്തിനും പ്രധാനമാണ്. രോഗാണുക്കൾ കടക്കാതിരിക്കുന്നതിന്, പ്രാണികൾ വീഴാതിരിക്കുന്നതിന് അത് സഹായകമാണെന്ന് അവിടുന്ന് പറയുമായിരുന്നു. രാത്രിയിലാണ് പകർച്ചവ്യാധികൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ലൈറ്റുകളൊക്കെ ഓഫാക്കുകയും അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങൾ മൂടി വയ്ക്കുകയും ചെയ്യണം എന്നവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വയറിൻ്റെ 1/3 മാത്രം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു വിശ്വാസി വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഏതാണ്ട് ഒരു വിശ്വാസിയെ ഏതാനും ഉരുള ഭക്ഷണം കഴിക്കുന്നതാണ്. അവൻ്റെ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ സഹായിക്കുന്ന ഭക്ഷണം മാത്രം അവന് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വയറിൻ്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 ശ്വാസത്തിനും ഒഴിച്ചിടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നത് അവിടുന്ന് നിർദ്ദേശമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വിനയത്തോടു കൂടിയാണ് ഇരിക്കേണ്ടത്. ചമ്രം പടിഞ്ഞ് ഇരുന്ന് കഴിക്കുന്നത് ദഹനത്തിന് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലത്ത് കുത്തിയിരുന്ന് വിനയത്തോടു കൂടിയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഇതൊക്കെ ഭക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ ആരോഗ്യദായകമായ രീതിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗമാണ്. വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക അവിടുന്ന് രീതിയായിരുന്നു. വിശക്കാതെ ഭക്ഷണം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. ശരീരം ഭക്ഷണത്തിനായി ആവശ്യപ്പെടുമ്പോൾ മാത്രം അതിനാവശ്യമുള്ളത് മാത്രം നൽകുക അവിടുന്ന് രീതിയായിരുന്നു. അതേപോലെ തന്നെ വിശപ്പ് തീരുന്നതിന് മുമ്പ് എഴുന്നേൽക്കുമായിരുന്നു പ്രവാചകൻ. വയറ് നിറയെ കഴിക്കാതെ കൊതി തീരും മുമ്പേ അല്പം വിശപ്പ് ബാക്കി വെച്ച് എഴുന്നേൽക്കുന്നത് ദഹനപ്രക്രിയ സുഗമമാക്കും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ രീതികളെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. നമ്മുടെ ആരോഗ്യം അത് നമ്മുടെ ഇബാദത്തിനും ആത്മീയമായ നമ്മുടെ കർമ്മങ്ങൾക്ക് കൂടി പ്രചോദനമായിരിക്കണം എന്ന നിർബന്ധം നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണക്രമത്തെ ജീവിതത്തിൽ ഏറ്റെടുക്കുവാനും ഇബാദത്ത് എന്ന അർത്ഥത്തിൽ ആരോഗ്യത്തെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത